നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നിരിക്കുന്നു. തെക്കൻ ജില്ലയിൽ അതിശക്തമായ മഴ വരുന്ന മണിക്കൂറിൽ ഉണ്ടാകുമെന്ന നിർണായക റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. മോന്ത ചുഴലിക്കാറ്റ് പലയിടങ്ങളിലായി ആഞ്ഞു വീശുന്ന സാഹചര്യം, ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. IMDയുടെ നിരീക്ഷണം കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവചനങ്ങൾ പലയിടങ്ങളിലായി പാളിയെന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് വന്നിരിക്കുകയാണ്. യെല്ലോ അലേർട്ട് ആയിരുന്നു എങ്കിൽ അത് മാറി ഓറഞ്ച് അലേർട്ട് വന്നിരിക്കുന്നു. അടുത്ത 3 മണിക്കൂറിൽ മാത്രമാണ് അലേർട്ടുകളിൽ വ്യത്യാസം. ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്നുണ്ട്. 7 മിനിറ്റ് മുൻപാണ് ഈ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കൃത്യമായി തന്നെ അത് വരുമ്പോൾ കേരളത്തിൽ ശക്തമായ മഴ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ തന്നെ മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ മഴ ശക്തമാകുമ്പോൾ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഴയുടെ ഗതി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴ തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നു. മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ഉണ്ടാകുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. മലവെള്ളപ്പാച്ചിൽ ശക്തമാവുകയാണെങ്കിൽ പല അണക്കെട്ടുകളും തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ മണിക്കൂറിൽ ഇതുവരെയും അണക്കെട്ടുകൾ തുറക്കുന്നു എന്ന വാർത്ത വന്നിട്ടില്ല. എന്നാൽ ഏത് നിമിഷവും അതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, തീരപ്രദേശങ്ങൾ താമസിക്കുന്നവർ, അതുപോലെ തന്നെ പുഴയുടെ അരികിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ശ്രദ്ധ പാലിക്കുക, ശ്രദ്ധ ഉണ്ടാകുക. കാരണം ഏത് നിമിഷവും ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഫലമായി തന്നെ, സ്വാധീന ഫലമായി തന്നെ വെള്ളം ഉയരാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കുക. പലതരത്തിലുള്ള ജാഗ്രത പുറത്തു വരുന്നുണ്ട്. ആ ജാഗ്രതകൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. എന്തായാലും IMDയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും ഒക്കെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി തന്നെ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആ അപ്ഡേഷന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് അടുത്ത 3 മണിക്കൂറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അലേർട്ട് പ്രഖ്യാപിച്ച തൊട്ടു പിന്നാലെ തന്നെ അതിശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല ഇടങ്ങൾ, നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ഒക്കെ തന്നെ ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജാഗ്രത പുലർത്തുക. ആവർത്തിക്കുന്നു, ജാഗ്രത പാലിക്കുക.